മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കൊന്ന് ഇന്റഗ്രേഷനിലെ ഒരു പ്രോബ്ലം ചെയ്യാം. ഇത് കീം 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റഗ്രൽ ഓഫ് 3x² into x³ + 1 whole raised to 10 dx. ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. x³ + 1 whole raised to 11/11 plus c, x³ + 1 whole raised to 9/9 plus c, x³ + 1 whole raised to 11/33 plus c, x³ + 1/11 whole raised to 1 plus x³ plus c, x³ + 1 whole raised to 11/10 plus c. ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കണം. കീം 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ്? നമുക്കറിയാം, ഇന്റഗ്രേഷനെ സംബന്ധിച്ച് നമ്മൾ ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് പല ഫംഗ്ഷനെയും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പല പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെ മെത്തേഡാണ്? ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്. ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അങ്ങനെ വിവിധ മെത്തേഡുകളിലൂടെ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നാൽ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക നോക്കുക. ഇവിടെ നോക്കി, x³ + 1 ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് x³ + 1. അതിന്റെ ആൻസർ എന്താണ്? 3x² ആണ്. ഉണ്ടോ? x³ + 1 ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x² ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് അതാണ്, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇവിടെ എന്ത് എടുക്കണം? x³ + 1 = t എന്ന് എടുക്കാം. x³ + 1 t എടുക്കാം. കാരണം എന്താണ്? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3x² കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ x³ + 1 t എടുക്കാം. x³ + 1 t എടുത്തിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x² dx. 1 എന്താണ്? 0. t എന്താണ്? dt. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ടേമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? x³ + 1 t എന്ന് കൊടുത്തു. x³ + 1 t എന്ന് കൊടുത്തിട്ട് അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയെന്ന് നോക്കിയേ. 3x² dx. 1 എന്താണ്? ഡെറിവേറ്റീവ് 0 ആണ്. റൈറ്റ് ആൻസർ dt എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലത്തില് നമ്മുടെ പ്രോബ്ലം എന്താണ്? 3x² into x³ + 1 whole raised to 10 dx എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 3x² dx സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? t എന്ന് കൊടുക്കാം. x³ + 1 സ്ഥാനത്ത് എന്ത് കൊടുക്കാം? t എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് t whole raised to 10, ഈ 3x² dx പകരം ഞാൻ എന്ത് കൊടുത്തു? dt എന്ന് കൊടുത്തു. കണ്ടോ? x എന്നുള്ള വേരിയബിൾ എന്തിലോട്ട് കൺവേർട്ട് ആയി? ടിയിലേക്ക് കൺവേർട്ട് ആയപ്പോ നമ്മുടെ കയ്യിൽ ഒതുങ്ങിയില്ലേ? നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. ഇത് ഏത് ഫോർമുല ഉപയോഗിക്കാം? നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ ഓഫ് x raised to n dx എന്താണ്? x raised to n + 1/n + 1. ഇവിടെ x ന് പകരം t ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുന്നത്? t raised to 10 + 1 divided by 10 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? t raised to 11/11. That is t എന്ന് പറഞ്ഞാൽ എന്താണ്? x³ + 1 whole raised to 11 divided by 11. പിന്നെ അവസാനം നമ്മൾ c ചേർക്കണ്ടേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താന്ന് നോക്കിയേ. x³ + 1 whole raised to 11/11 plus c. ആ ആൻസർ ഇതിലുണ്ടോ നോക്കിയേ. അതെ, ഫസ്റ്റ് എ എന്നുള്ള ഓപ്ഷൻ ആണ് ശരി. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി. നമുക്ക് എന്ത് കിട്ടി? x³ + 1 whole raised to 11/11 plus c. കണ്ടോ? നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. നമുക്ക് ഈ പ്രോബ്ലം കാണുമ്പോൾ കീം 2020 ചോദിച്ച ഒരു എൻട്രൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എഴുതാം. ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാകും? ഇവിടെ x³ + 1 ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് 3x² dx. അപ്പൊ x³ + 1 നമ്മൾ t കൊടുത്തു. t കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 3x² dx പകരം dt കിട്ടും. അപ്പൊ t raised to 10 dt കിട്ടും. അതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t raised to 11/11 കിട്ടും. ആൻസർ കിട്ടും. ഇതെല്ലാം മനസ്സിൽ ചെയ്യാവുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ പറഞ്ഞത്. നമുക്ക് എക്സാമിനേഷൻ, എൻട്രൻസ് എക്സാമിനേഷൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ ആൻസർ ഏതാണ്,
എക്സ് ക്യൂബ് പ്ലസ് 1/1 ബൈ ഹോൾ റേസ് ടു എക്സ് ക്യൂബ് പ്ലസ് 1 ഹോൾ റേസ് ടു 1/1 പ്ലസ് സി എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിക്കണം. അത് ഇന്റഗ്രേഷനില് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ഇങ്ങനെ വിവിധ മെത്തേഡിലുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് 1 by 1 ആയിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷൻ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഇത് എക്സ്പാൻഡ് ചെയ്തൊന്നും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തില് നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? കാരണം തന്നിരിക്കുന്ന വേരിയബിൾ എക്സ് ആയിരുന്നു. ആ എക്സ് എന്ന വേരിയബിളിനെ നമ്മൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? നമ്മൾ ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ഉപയോഗിച്ചത്? എക്സ് ക്യൂബ് പ്ലസ് 1 എന്ത് കൊടുത്തു? ടി കൊടുത്തു. എക്സ് ക്യൂബ് പ്ലസ് 1 ടി കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? കണ്ടോ, വളരെ ലളിതമായ ഒരു സാധനം കിട്ടി. t⁻10 കിട്ടി. അത് എന്തുകൊണ്ടാണ്? എക്സ് ക്യൂബ് പ്ലസ് 1 ഡെറിവേറ്റീവ് ആണ് 3x² dx. കണ്ടോ, എക്സ് ക്യൂബ് പ്ലസ് 1 ഡെറിവേറ്റീവ് ആണ് 3x². അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസർ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇന്റഗ്രേഷനിലെ ഈ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. കീം പരീക്ഷയ്ക്ക് എൻട്രൻസ് എക്സാമിനേഷൻ നമ്മുടെ ജൂണിലാണ് നമ്മുടെ എൻട്രൻസ് എക്സാം. ഈ എൻട്രൻസ് എക്സാമിനേഷൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്താനും അതിന്റെ ആൻസർ എഴുതാൻ സാധിക്കും. ഇതിൽ എത്ര 5 ഓപ്ഷൻ ആണ് ഇരിക്കുന്നത്. എല്ലാ ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കണം. എല്ലാത്തിലും എക്സ് ക്യൂബ് പ്ലസ് 1 ഒക്കെ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ഏതാണ് ഇതിൽ ശരിയെന്ന് തോന്നും. അപ്പോ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആൻസറിൽ എത്തും. ആൻസർ കിട്ടി. അപ്പോ നോട്ട് ചെയ്യുക, നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് അതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ശരി.